blind devotion, empty notion. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൂടിയാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, അതായത് നമ്മുടെ ഷോൾഡർ ലെങ്ത്ത് കുറഞ്ഞ നൈറ്റികൾക്ക് നമുക്ക് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആയിപ്പോയിരുന്നു, അതുകൊണ്ട് എനിക്കതൊന്നും വിവരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതാണ് ഇതിൽ കൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഇതിപ്പോൾ ഞാൻ ഈ ചാർട്ട് പേപ്പറിൽ ചെയ്യാൻ പോകുന്നത് ഒരു 40 സൈസുള്ള ഒരു നൈറ്റിയാണ്. അപ്പോൾ 40 സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൂസ് കൂടെ ചേർത്തിട്ടാണ് 40 വരുന്നത്. ആ 40-ൽ ഒരു 4 ഇഞ്ചോളം 3 ഇഞ്ച് തൊട്ട് ഒരു 4 ഇഞ്ച് വരെ നമ്മൾ ലൂസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 36 ഇഞ്ച് ആയിരിക്കും കറക്റ്റ് നമ്മളുടെ സൈസ് ഉണ്ടാവുക. അതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ? 36 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച് ലൂസ് ചേർത്തിട്ടാണ് 40 സൈസ് വരുന്നത്. അപ്പോൾ ഈ 40 സൈസ് വരുന്ന ഒരു നൈറ്റിക്ക് ഷോൾഡർ സാധാരണയായിട്ട് നമ്മളൊരു 7.5 ഇഞ്ച് എടുക്കാറുണ്ട്. 7.5 ഇഞ്ച് ഷോൾഡർ ലെങ്ത്ത് എടുത്താൽ 1/2 ഇഞ്ച് നമ്മൾ താഴേക്ക് ആം ഹോൾ ലെങ്ത്ത് വരയ്ക്കാനായിട്ട് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. കണ്ടോ, 8 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സൈസിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ ഞാൻ പറയുന്നത് 40 സൈസ്. അതായത് നമുക്ക് റെഡിമെയ്ഡ് നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ അളവിൽ കറക്റ്റ് നിങ്ങൾ തയ്ച്ചു കൊടുത്താൽ അതൊരു കറക്റ്റ് അളവായിട്ട് റെഡിമെയ്ഡ് നൈറ്റിയിൽ 40 സൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ യോക്കിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ സാധാരണ 10 ഇഞ്ച് കൊടുക്കാം, അത് കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് നെക്ക് വിടുത്ത് കൊടുക്കാം. പിന്നെ താഴേക്ക് 6 ഇഞ്ച് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുക്കാം. 3.5 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ മാർക്കിങ്ങുകളൊക്കെ ഞാൻ ഒരുമിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാർട്ട് പേപ്പറിൻ്റെ ഒരു പകുതിയിൽ നിന്നോട്ടാണ് ഞാനിതിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്കിതുപോലെ തുണി മടക്കിയിട്ടിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതേപോലെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ബാക്ക് നെക്ക് വരച്ചു. ഇനി ഫ്രണ്ടിലെ നെക്ക് അത് നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഞാൻ പറയാറുണ്ട് ഇഷ്ടമുള്ള നെക്ക് വരച്ചു കൊടുക്കാം. കൂടുതലായിട്ടും ഇതുപോലെ ഒന്ന് വരച്ചു കഴിഞ്ഞാലാണ് ഈ നൈറ്റികളിൽ ഭംഗി വരാറ് കേട്ടോ. പിന്നെ നമ്മളിതേ 3 പീസായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഷേപ്പിന്. ഇനിയിപ്പോൾ താഴെ കോൺ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വരയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഈ സ്ക്വയർ ടൈപ്പായിട്ടല്ലേ ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം വരുന്നത്, അല്ലാണ്ട് ആം ഹോള് നമ്മൾ വരച്ചെടുക്കുന്നില്ലല്ലോ മുഴുവനായിട്ട്. അപ്പോൾ ആം ഹോളിൻ്റെ ബാക്കി ഭാഗം വരുന്നത്, ആം ഹോൾ റൗണ്ടിൻ്റെ ബാക്കി ഭാഗം ഈ സ്ലീവിലാണല്ലോ വരുന്നത് ഇത്തരത്തിലുള്ള നൈറ്റികൾക്ക്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാം. അതിന് ശേഷം താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ലെങ്ത്ത് എത്രയാണോ അതാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് ഷോൾഡർ ലെങ്ത്ത് എത്രയാണോ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഷോൾഡർ ലെങ്ത്തിനേലും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണല്ലോ ആം ഹോൾ ലെങ്ത്ത് വരച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ആം ഹോൾ ലെങ്ത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ആം ഹോൾ ലെങ്ത്തിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 7.5 ഇഞ്ചല്ലേ, ആ 7.5 ഇഞ്ച് ആ സ്ലീവിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം 7.5 ഇഞ്ചിലേക്കിട്ടാ. അപ്പോൾ ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യം വരുന്നത്. നമ്മുടെ ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന അളവുകളിലാണ്. അതായത് ഇപ്പോൾ സ്ലീവ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു ക്യാപ്പിൻ്റെ ഭാഗത്ത്, അതായത് സ്ലീവിൻ്റെ ക്യാപ്പ് ഡിസ്റ്റൻസ് വരുന്നില്ലേ നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗത്ത് ഒരല്പം തടിച്ച ഭാഗമായിട്ട് വരുന്നത്, അവിടേക്ക് കൊടുക്കുന്ന അളവിനെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ റെഡിമെയ്ഡിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 40 സൈസിന് 3.5 ഇഞ്ചാണ് ഞാൻ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത്. പിന്നെ താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 9.5 ഇഞ്ച്. 9 ഇഞ്ചായാലും പ്രശ്നമൊന്നും വരില്ല. പക്ഷേ എപ്പോഴും നൈറ്റി ആയതുകൊണ്ട് ഒരല്പം ലൂസിൽ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 9.5 ഇഞ്ച് ഈ ലൈനെ ഞാൻ 9.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അതിനിതേ ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം.
സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തേക്കും നമുക്കത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എന്താ പറയാനായിട്ട് അതിൽ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. ഇതിപ്പോൾ ഒരു റെഡിമെയ്ഡ് നൈറ്റിക്ക് നമുക്കൊരു കറക്റ്റ് അളവ് വെച്ചിട്ട് നമുക്ക് അടിച്ചിട്ട് കൊടുക്കാം. അത് ഏതൊരാൾ വേണമെങ്കിലും അന്ന് മേടിച്ചിട്ട് പോകും. അതായത് ഇപ്പം ഏകദേശം സൈസ് അവർ നോക്കുള്ളൂ, ഷോൾഡറും മറ്റു കാര്യങ്ങളൊന്നും നോക്കില്ല. അപ്പോൾ ചിലർക്കത് കറക്റ്റ് പാകമായിട്ട് വരും. പക്ഷേ ചിലർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ടൈലറുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അത് ചിലപ്പോൾ ഷോൾഡർ ചുരുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്കത് അവർ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ അടിച്ചിട്ട് കൊടുക്കുകയാണ് കടകളിലേക്ക് എന്ന് വെച്ചാൽ കേട്ടോ. നമ്മൾ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഷോൾഡർ സൈസിൽ കുറവ് വരാം, ചിലർക്ക് കൂടുതൽ വരാം, അങ്ങനെ പല കാര്യങ്ങളും വരുമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സ്ലീവ് ഷോൾഡറായിട്ട് ജോയിൻ്റ് ചെയ്യുന്ന ഭാഗവും പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം വരുന്നില്ലേ ബോഡി, ഈ യോക്ക് പാർട്ടിൽ, അതും ഞാൻ ഇതേപോലെ വരച്ചിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് മാർക്കാണ് കേട്ടോ. 1/2 ഇഞ്ച് വീതം ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോവും. അപ്പം നമ്മളുടെ യോക്ക് പാർട്ടിൽ ബാക്കി വരുന്നത് ഷോൾഡർ ലെങ്ത്ത് അടക്കം ഷോൾഡർ ലെങ്ത്തിൽ അപ്പോൾ 7 ഇഞ്ചേ വരുള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? നമ്മൾ 7.5 ഇഞ്ചാണല്ലോ മൊത്തം ഷോൾഡർ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1/2 ഇഞ്ചും സ്ലീവിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ചും നമ്മളുടെ അടിച്ചു പോവില്ലേ. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മടക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ ആ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കാം. സ്ലീവിൻ്റെ ഭാഗത്തും ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 2 ഭാഗം കൂടി അടിച്ച് ചേർക്കുന്ന ഭാഗമാണ് അല്ലേ. സ്ലീവും ആം ഹോളിൻ്റെ ഭാഗവും തമ്മിൽ ഇതേപോലെയല്ലേ അടിച്ചു കഴിയുമ്പോൾ വരിക. ഇനി നമുക്ക് ഇതേ കണ്ടോ, നമ്മൾ ആ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇത് തയ്യൽ തുമ്പ് വരുന്ന ഭാഗമാണ് കണ്ടോ. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്കായിട്ടല്ലേ വരിക എപ്പോഴും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം, എത്ര വരുന്നുണ്ടെന്ന് ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചു വരാം. അതിന് ശേഷം നോക്കൂ കേട്ടോ. അപ്പോൾ എത്രയാണ് വരണേന്ന്. അപ്പോൾ ഇത് കറക്റ്റ് നമുക്കൊരു 10 ഇഞ്ചിലാണ് വന്ന് നിൽക്കാം. കണ്ടോ 10 ഇഞ്ചിലാണ് വന്ന് നിൽക്കണുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും 10 ഇഞ്ചിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് താഴെ സ്ലീവിൻ്റെ വന്ന് കിടക്കണത് ഈ 3.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് ഇടത്തെ ഭാഗത്തല്ലേ, അതിൽ കൂടെ അല്ലേ സ്റ്റിച്ചിങ്ങിന് വരിക. അപ്പോൾ 10 ഇഞ്ച് കിട്ടില്ല, 9 ഇഞ്ചായിട്ട് വരും. കാരണം 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് പോകും. അപ്പോൾ എങ്ങനെയാണ് 10 ഇഞ്ച് 40 സൈസ് വരാമെന്ന് ഡൗട്ട് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ യോക്കിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ചെരിച്ചല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്, സ്ലീവിൻ്റെ ഭാഗവും ഇതേപോലെ ചെരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നൈറ്റിയിൽ 1 ഇഞ്ചോളം എക്സ്ട്രാ വരും. 1 ഇഞ്ചോളം എങ്ങനെയായാലും നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് 40 സൈസായിട്ട് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേറെ നമുക്ക് വന്ന ഒരു കസ്റ്റമറിൻ്റെ അളവാണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്ക് ഷോൾഡർ ലെങ്ത്ത് വന്നിട്ടുള്ളത് 14.5 ഇഞ്ചാണ്. മനസ്സിലായോ? 14.5 ഇഞ്ചാണ്. അപ്പോൾ അത് ആ 14 ഇഞ്ചിൻ്റെ പകുതി എടുത്ത് ഒന്ന് മാർക്ക് ചെയ്തു. 14 ഇഞ്ചിൻ്റെ 7.25 വരുന്നത്. അപ്പോൾ 7.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ താഴേക്ക് 7.25 കൂടെ 1/2 ഇഞ്ച് ചേർത്ത് 7.25 മാർക്ക് ചെയ്തു ആം ഹോളിൻ്റെ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഈ ഷോൾഡർ ലെങ്ത്ത് കുറഞ്ഞവർക്ക് മിക്കതും ഈ കൈയുടെ ഈ ആം ഹോൾ റൗണ്ട് വരുന്നതും കുറച്ച് കുറഞ്ഞിരിക്കും. കൈയുടെ ഭാഗം അവർക്ക് വണ്ണം കുറവ് വരാറുണ്ട് സാധാരണയിൽ. പക്ഷേ സൈസ് മൊത്തത്തിൽ നമുക്ക് ചെസ്റ്റ് സൈസ് വരേണ്ടത് 44 സൈസാണ് അവർക്ക് വരേണ്ടത്. നൈറ്റി അടിച്ച് വരുമ്പോൾ 44 വേണം. അപ്പോൾ ഒരു ഭാഗം 11 വരില്ലേ, ഒരു ഭാഗം അതായത് 4/1 ഭാഗം 11 ഇഞ്ച് വരും കേട്ടോ. അപ്പം നമുക്ക് ഇനി അതിൻ്റെ സ്ലീവ് കട്ടിങ് നോക്കാം. അപ്പോൾ ഈ 7.25 ഇഞ്ച് വരുമ്പോൾ ബാക്കി നമ്മൾ നൈറ്റി സൈസ് കൂട്ടണമെങ്കിൽ ബാക്കി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ലീവിലാണ് ബാക്കി ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ 7.25 ഇഞ്ച് ഇതേ കണ്ടോ സ്ലീവിൻ്റെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ താഴേക്ക്.
നമ്മൾ ഷോൾഡറായിട്ട് യോജിപ്പിക്കുന്ന ഭാഗത്ത് 7.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോൾ ലെങ്ത്ത് നമ്മൾ 7.25 അല്ലേ മാർക്ക് ചെയ്തേ. അപ്പോൾ 1/2 ഇഞ്ച് അടിച്ച് കഴിയുമ്പോൾ 7.25 വരും. ഇനി ഈ ലൈൻ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് എത്രയാണെന്നറിയാമോ? ഞാനൊരു 4.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 4.5 ഇഞ്ച് കൊടുത്തു. ആ 4.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് 10.5 ഇഞ്ചാണ് കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മുടെ വീഡിയോയിൽ പെട്ടില്ല. അപ്പോൾ അത് മുൻപ് ചെയ്ത പോലെ 1/2 ഇഞ്ച് വീതം ഞാനിതേപോലെ മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ അത് അടിച്ചു കഴിയുമ്പോൾ ഈ 1/2 ഇഞ്ച് പോവുമല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ 4.5 ഇഞ്ച് കൊടുക്കേണ്ട കാര്യമില്ല, 4 ഇഞ്ചായാലും കൊടുത്താൽ മതി. അതെന്താണെന്ന് വെച്ചാൽ 4.5 ഇഞ്ച് ഞാനൊരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടതാണ്. കാരണം നൈറ്റി അല്ലേ, അതിന് വിലപ്പെടുത്തോ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് 1/2 ഇഞ്ച് ഞാൻ കൂട്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ 10.5 ഇഞ്ചുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ മടക്കി, ഞാൻ പറഞ്ഞല്ലോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് നമുക്കിതുപോലെ അടിച്ചു കൊടുത്തതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഈ റെഡിമെയ്ഡ് കടകളിൽ നിന്ന്, അതായത് റെഡിമെയ്ഡായിട്ട് നമ്മൾ പുറത്തുനിന്ന് നൈറ്റ് മേടിക്കുമ്പോൾ ചിലർ 6.5 ഇഞ്ച് മാത്രം എല്ലാ നൈറ്റികൾക്കും ഒരു 6.5 ഇഞ്ച് 7 ഇഞ്ച് ഈ ഷോൾഡറിൻ്റെ ഭാഗം കൊടുക്കും. ബാക്കി എക്സ്ട്രാ അവർ കൂട്ടി കൊടുക്കുന്നത് എപ്പോഴും ഈ സ്ലീവിൻ്റെ ഭാഗത്താട്ടോ. കണ്ടോ, ഇതിലിപ്പോൾ നമുക്ക് കിട്ടുന്നത് 11 ഇഞ്ചാണ് നമുക്കിപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോൾ നമുക്കതിൽ 10 ആയിരിക്കും വരിക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യോക്ക് പാർട്ട് നമ്മളൊന്ന് ചെരിച്ചിട്ടാണ് അല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സ്ലീവിൻ്റെ ഭാഗവും ഇതേപോലെ ചെരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊരു ക്രോസ് ആയിട്ടുള്ളൊരു ഭാഗമായി വരുന്നത് കൊണ്ട് തന്നെ വലിച്ചൽ കൂടുതലായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നോക്കിയാലും ഈ 11 എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ 10 എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ അടിക്കുന്ന ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ 10 ഇഞ്ച് വരുന്നു. ലൈനിൻ്റെ അവിടെ 4.5 ഇഞ്ചിൽ നമ്മൾ വരച്ചില്ലേ സ്ലീവിൻ്റെ ഭാഗത്ത്, അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളിത് താഴത്തെ സ്കേർട്ട് പാർട്ടിൽ ചുരുക്കമൊക്കെ ഇട്ട് നമ്മൾ അടിച്ചു വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇടം കിട്ടും കേട്ടോ. അതായത് 44 സൈസ് എന്ന് പറയുന്നതിലും അത് അടിച്ചിട്ട് തയ്യൽ തുമ്പ് എക്സ്ട്രാ വേറെയും നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ഷോൾഡർ സൈസ് നമ്മൾക്ക് കുറവായിട്ട് വരുന്ന ആൾക്ക് ബോഡി സൈസിൽ ചെസ്റ്റ് സൈസ് കൂടുതലുണ്ടാവും. അങ്ങനെ കൂടുതലുണ്ടാവുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ഈ സ്ക്വയർ ടൈപ്പ്, ഈ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പ് അല്ലേ, അങ്ങനെ വരുന്ന നൈറ്റികളിൽ ഈ സ്ലീവിൻ്റെ ഈ ക്യാപ്പ് ഡിസ്റ്റൻസ് ഇല്ലേ, ആ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടി കൊടുത്ത് നമുക്ക് എത്ര സൈസ് വേണമെങ്കിലും കൂട്ടിയെടുക്കാം. എത്ര സൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഷോൾഡർ സൈസ് അത്രയും വലിയ വ്യത്യാസങ്ങളായിട്ട് വരുന്നവരുണ്ടാവില്ലല്ലോ. പക്ഷേ നമുക്ക് ഒരു കുറവ്, ഇപ്പോൾ ഷോൾഡർ സൈസിൽ നമ്മൾക്ക് കുറവ് കട്ട് ചെയ്തെടുത്തപ്പോൾ തോന്നിയെങ്കിൽ എപ്പോഴും സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ആ ചെരിച്ച് കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ ആ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ 4.5 എന്ന് പറയുന്നതില്ലേ, ആ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിയുടെ സൈസ് വലുതാക്കി എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടൊരല്പം ബുദ്ധിമുട്ട് വന്നു. അതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ അതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ. ഡൗട്ടുകൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്കതിൽ സംശയം വന്നു, അല്ലെങ്കിൽ എന്താ സംശയം, ഇതെനിക്ക് മനസ്സിലായിട്ട് ഇതേപോലെ ഒരു തിരുത്തൽ വീഡിയോ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ, അങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. താങ്ക് യു.